കേരളം കത്തിക്കാൻ വന്നത് മണ്ണെണ്ണ ഒഴിച്ച് അല്ല വെള്ളം ഒഴിച്ച് നശിപ്പിച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പടിവാതിൽ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് എങ്ങനെ സെൻസർ ബോർഡ് അനുമതി കൊടുത്തു എന്നുള്ള അങ്ങനെ അജണ്ട ഫിക്സ് ചെയ്തുള്ള ഒരു സിനിമ അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സീറ്റിന്റെ എഡ്ജിലോട്ട് വരുന്ന ത്രില്ലർ എന്നൊക്കെ പറയത്തില്ല, അത്ര ഒന്നുമില്ല. വെൽക്കം ബാക്ക്. കേരളം ഇലക്ഷൻ ചൂടിൽ നിൽക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ മൂവിയായിട്ട് നിവിൻ പോളി എത്തുകയാണ്. പ്രതിച്ഛായ ഡയറക്ടഡ് ബൈ ബി ഉണ്ണികൃഷ്ണൻ. അപ്പോൾ സൈലന്റ് ആയിട്ട് വന്ന് കേരളം കത്തിക്കുമോ ഈ സിനിമ നമുക്ക് കണ്ടറിയാൻ ഓടിച്ചോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ പ്രതിച്ഛായ കാണാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്ത് അപ്പം നേരെ പ്രതിച്ഛായ റിവ്യൂല്. ബി ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുണ്ട്. കാരണം അത്രയും പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെയാണ് നമുക്ക് എടുത്ത് പറയാം. കാരണം ഒരു പ്രസ്ഥാനത്തിന് ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി പുള്ളി ചെയ്ത സിനിമയല്ല. ഞാൻ വിചാരിച്ചത് പുള്ളിയുടെ രാഷ്ട്രീയ ഇതിനകത്ത് കാണിക്കുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല. ഒരു രാഷ്ട്രീയത്തിനല്ല കാണിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഒരു മാധ്യമ വിചാരം ഇവിടെ നടക്കുന്നത്. കാരണം മാധ്യമങ്ങൾക്ക് ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓൺ ഈ ചാനൽ, ഫസ്റ്റ് ഓൺ ആ ചാനൽ, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല. എങ്ങനെയാണ് അവർക്ക് ഈ അതിജീവിതങ്ങളുടെ മൊഴിയും ബാക്കിയുള്ള കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ അല്ല. ഇത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. പല പൊളിറ്റിക്കൽ വിഷയങ്ങളും ഇതിനകത്തുണ്ടെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകും. പക്ഷെ അതൊരിക്കലും ഒരു പ്രസ്ഥാനത്തിന് തകർക്കാൻ വേണ്ടി എടുത്ത സിനിമയല്ല ഇത്. ഓരോ പ്രസ്ഥാനങ്ങൾ എങ്ങനെ തകർക്കപ്പെടുന്നു എന്ന് കാണിച്ചു തരുന്നതാണ് ഈ സിനിമയിലൂടെ. കാരണം ഓരോ ചാനലിലും ഞാൻ പറയുമ്പോൾ ഇതുപോലെ അതിജീവിതകളുടെ മൊഴികളൊക്കെ ആദ്യം ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞ് ഇവർ പുറത്തുവിടുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇവർ തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണിച്ചു തരാണ് ബി ഉണ്ണികൃഷ്ണൻ. ഇലക്ഷൻ ഇതൊരു പ്രസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്യൂല. പക്ഷേ ഇലക്ഷൻ ഇതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ സംബന്ധിച്ച് വരുന്ന ന്യൂസുകൾ, ഈ ന്യൂസുകൾ ഒരു നിവിൻ പോളിയുടെ കമ്പാക്ക് എന്ന് മാത്രമല്ല, ഇത് എടുത്തു പറയേണ്ടത് ബി ഉണ്ണികൃഷ്ണന്റെ കമ്പാക്ക്. അങ്ങനെയാണ് പറയുന്നത്. ബി ഉണ്ണികൃഷ്ണന്റെ കമ്പാക്ക് അത്ര മികച്ചൊരു സിനിമ ഞാൻ വിചാരിച്ചില്ല. പുള്ളിക്ക് ഇങ്ങനൊരു ഇത്രയും മികച്ചൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചത് ഗ്രാൻഡ് മാസ്റ്ററാണ് പുള്ളിയുടെ ഏറ്റവും മികച്ച സിനിമ എന്ന്. പക്ഷേ അതിനേക്കാളും ഒരു പടിയല്ല, പല പടി മുമ്പിലാണ് ഈ സിനിമ. അത്രയ്ക്ക് മികച്ച സിനിമ എന്ന് തന്നെ പറയുന്നത്. ആ അടിപൊളി പൊളിറ്റിക്കൽ ത്രില്ലറിന് എങ്ങനെയാണെന്ന് പറയേണ്ടത്, ഒരു അടിയോ ഫൈറ്റോ ഒന്നും ഇല്ലാതെ ഒരു സൂപ്പർ സിനിമ. ഡ്രാമ എന്ന് പറയാനുണ്ടോ ഇലക്ഷനായിട്ട്? കേരളം കത്തിക്കുന്ന പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇല്ല. കേരളം കത്തിക്കാൻ വന്നത് മണ്ണെണ്ണ ഒഴിച്ച് അല്ല വെള്ളം ഒഴിച്ച് നശിപ്പിച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. കാരണം വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആവറേജ് ഫീലേ പടത്തിനുള്ളൂ. ഒരു കോൺഗ്രസ്സുകാരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു ലെവലിലാണ് ഫീൽ ചെയ്തത്. കാരണം എംബോളിയും കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കഥ ഇതിലുണ്ടെന്ന് പറയുന്നു. അതുപോലെ കൊണ്ടുവന്ന് എന്നിരുന്നാലും കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നല്ല കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ട് കോൺഗ്രസ് വന്നു കഴിഞ്ഞാലേ നല്ല രീതിയിലാവുള്ളൂ എന്നുള്ള രീതിയിലാണ് പടം കൊണ്ടുവരുന്നത്. മെയിനായിട്ട് ഇപ്പോൾ കേരളത്തിൽ കോർപ്പറേഷനിലടക്കം ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് പോലെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും മുമ്പ്, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പുള്ള രാഷ്ട്രീയമില്ല, ആ രാഷ്ട്രീയത്തിൽ നടന്ന സംഭവം പോലെയാണ് ഇവർ ഉമ്മൻചാണ്ടി സർക്കാരിനെ കാണിച്ചിരിക്കുന്നത്. പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ വീണ്ടും നശിപ്പിക്കും. അതായത് ഇപ്പൊ കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നില്ല ഒരു വലിയ വൈറസ്. സിനിമാറ്റിക് പരിപാടി സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഫീൽ വരുന്നില്ല. കാരണം നമുക്ക് രാമലീല അതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഹൈ ഫീൽ കിട്ടുന്നില്ല. 2-3 സീൻസിൽ കിട്ടും. ഉക്രൈൻ എന്താണോ അതുപോലെ ഒരു ഡ്രാമ തന്നെ, കുറച്ച് അണ്ടർവേൾഡ് സംഭവം അതൊക്കെ കുറച്ചും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട് ഒരു നോർമൽ ഒരു ആവറേജ് ലെവലിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ കോൺഗ്രസ്സുകാരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കുറച്ച് കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ വോട്ട് ചെയ്യുന്ന ഓരോരുത്തർ പേഴ്സണൽക്കാരാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യാം, കോൺഗ്രസിന് വോട്ട് ചെയ്യാം. പക്ഷേ ആർക്ക് ചെയ്താലും ഈ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് അത് ആ ഒരു ലക്ഷ്യം വെച്ച് ഇറക്കിയ സിനിമയാണ്. ഉറപ്പായിട്ട് ഇലക്ഷൻ ലക്ഷ്യം വെച്ച് ഇറക്കിയ സിനിമയാണ്. മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈറസ് പാർട്ടി, ആ പാർട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത്. കാരണം ആർക്ക് വേണ്ടി വോട്ട് ചെയ്താലും അവർക്ക് വോട്ട് ചെയ്താൽ കേരളം നശിക്കും. ആ ഒരു ലെവലിലാണ് പടം മെസ്സേജ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, പൊളിറ്റിക്സിനെ മാറ്റിമറിക്കുന്ന സിനിമയാണോ? അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണനോട് തിരിച്ചു വരവാണ്. കാരണം 75% ഫിക്ഷനാണ് ഈ സിനിമയിൽ. പക്ഷേ 25% പൊളിറ്റിക്സിനോട് നിലവിലല്ല ഈ കേരളത്തിലുണ്ടായ കേരള പൊളിറ്റിക്സിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ 25% മാത്രമേ ഉള്ളൂ, കുറച്ച് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ഫോഴ്സ്ഡ് പ്രൊപ്പഗണ്ട അങ്ങനെയൊന്നുമില്ല. പ്രൊപ്പഗണ്ട അങ്ങനെയൊന്നുമില്ല. ആരെ ഫേവർ ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ പരമായിട്ട് ഒരു പാർട്ടിയും ഫേവർ ചെയ്തുകൊണ്ട് ഈ സിനിമ ചെയ്തിട്ടില്ല. നല്ല സിനിമയാണ്. ബി കൃഷ്ണൻ 2.5 മണിക്കൂർ 2.25 മണിക്കൂർ നന്നായിട്ട് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. ഒരു സ്ലോ പേസ്ഡ് ആണ്. തുടങ്ങുമ്പം ഭയങ്കര അത്ര നല്ല ഗ്രിപ്പിംഗ് ഒന്നും അല്ല. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഇടയ്ക്ക് ഗ്രിപ്പിംഗ് ആവുന്നുണ്ട്, ഇടയ്ക്ക് അല്ലാതെ ആവുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫൈറ്റും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പൂർണ്ണമായി തിരക്കഥയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ്. പടമാണോ? ഭയങ്കര ഒരു രാമലീല എന്നൊക്കെ പറയാനുണ്ടോ? ഇല്ല അത്രയ്ക്കൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. വലിയ പ്രതീക്ഷ വേണ്ട, പ്രശ്നം ആവറേജ് വലിയ ജസ്റ്റ് ഒരു ഇമോഷണൽ ഡ്രാമ മാത്രമാണോ? ഉമ്മൻചാണ്ടിയുടെ ചെറിയൊരു ബയോപിക് പോലെ ആദ്യം വന്നു കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് പിന്നെ സാധാരണ സിനിമ പോലെ തന്നെ, വേറെ ഒന്നും അതൊരു പൊളിറ്റിക്കൽ അജണ്ട പോലെ തോന്നിയോ? ഇല്ല, നമുക്ക് അങ്ങനെ വലിയതായിട്ട് ഒരു പൊളിറ്റിക്കലായിട്ട് വല്ല എടുത്തിട്ടുമില്ല. ജസ്റ്റ് ഈ ഒരു ത്രില്ലർ പോലെ തന്നെ. ത്രില്ലർ എന്നല്ല, ഒരു ഇമോഷണൽ ത്രില്ലർ, അത്രേ ഉള്ളൂ. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് ബ്രോ കാരണം കുഴപ്പമില്ല. പറഞ്ഞോ. അതായത് പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എടുത്തു വെച്ചിങ്ങനെ കുറേ സാധനങ്ങളുണ്ട്.
അത് ഭയങ്കര ഇഷ്ടം. ഒക്കെ വെച്ച് ഉമ്മൻചാണ്ടി സർക്കാരും അതുപോലെ തന്നെ അവരുടെ അങ്ങനെ പറയാൻ നോക്കിയാൽ പല പല മുഖ്യമന്ത്രിമാരുടെ ഉണ്ട്. AK ആന്റണിയുടെ മുഖ്യമന്ത്രിയുണ്ട്, പല ആൾക്കാരുടെ ഉണ്ട്. പക്ഷെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് വർക്കായില്ലെന്നാണ്. സിനിമയ്ക്ക് മനസ്സിലായി. പക്ഷെ കഥ അത് ഇതൊക്കെ വരുത്തും. പിന്നെ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞ ആൾക്കാർ ഇത് ആ രീതിയില്ല. മിസ്മാച്ച്, കുറെ മിസ്മാച്ച് ഉണ്ട്. 40 മിനിറ്റ് ലാഗായിരുന്നു. ആണ് പടം കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയാണ് കേരളം കത്തിക്കുന്നത്? ഇലക്ഷൻ അതുകൊണ്ടാണ് ഞാനിന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോഴേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതെടുത്തൊന്നും പ്രയോഗിക്കാൻ തർക്കത്തിലില്ല. ഇത് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വന്ന് ഭവിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള ഒരു സിനിമ. രാഷ്ട്രീയ നേതാക്കളെയാണ് സിനിമ കാണിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളെ കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന വ്യക്തികളെയൊക്കെ ഇത് കാണിക്കുന്നുണ്ട്, അവരുടെ കുടുംബാന്തരീക്ഷത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനുപരി ഇതാരെങ്കിലും പ്രത്യേകിച്ച് വാഴ്ത്തിപ്പാടാനോ അല്ലെങ്കിൽ ഇകഴ്ത്തിയെടുക്കാനോ ഉള്ളതൊന്നല്ല. പിന്നെ ഏതെങ്കിലും പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടികളോട് ഇതിനെന്തെങ്കിലും വിരോധമോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു അജണ്ടയോ ഒന്ന് സെറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നു, പ്രേക്ഷകർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ കണ്ട മുന്നത്തെ പൊളിറ്റിക്കൽ ഡ്രാമകൾ പോലെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി അവർ ഉദ്ദേശിച്ചൊരു സംഭവം. പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറയപ്പെടുന്ന ഇമ്പാക്റ്റ് ഒന്നും അല്ലെന്നേ. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചിത്രത്തില് ഒരു രാഷ്ട്രീയക്കാരൻ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു വിഷയങ്ങളെ കുടുംബാന്തരീക്ഷത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായിട്ടോ ബന്ധമുണ്ടെങ്കിൽ തന്നെയും ആ പാറ്റേണിൽ അത് തന്നെയല്ല കഥ. അതിൻ്റെ ഒരു സിനിമ വേർഷൻ ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അത് സിനിമ വേറെയാണ്. പക്ഷെ അപ്പോഴും നമുക്കിത് കാണുമ്പോൾ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികളെ കുറിച്ചാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തോന്നുകയും അവസാനം ഒരു പക്ഷേ അങ്ങനെ കൊണ്ട് തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഖബറിടത്തിൽ അദ്ദേഹത്തിൽ നീതിമാനായിരുന്നു എന്നുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്ന വിഷയങ്ങളെന്ന് പറയപ്പെടുന്ന വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. അതിൽ സിനിമാറ്റിക് അത്രേ ഉള്ളൂ. അല്ല ഇതിനകത്ത് അത് വർക്കായി. ഈ സിനിമ മോശമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സിനിമ നല്ല സിനിമ തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ പറയപ്പെടുന്ന മാതിരി ഇന്നത്തെ മാതിരി ഈ വലിയ അടി അല്ലെങ്കിൽ മാസ് ഡയലോഗ് പഞ്ച് ഡയലോഗ് അങ്ങനൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ റിലീസായത് എന്തെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് 10 ദിവസത്തിന് മുമ്പ് റിലീസ് ആവണമെങ്കിൽ അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അജണ്ട ഫിക്സ് ചെയ്തുള്ള ഒരു സിനിമ അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ അതിനകത്ത് വേണമെങ്കിലോ ഓരോ ആൾക്കാർക്കും വേണമെങ്കിൽ അവരുടെ വേർഷൻ എടുത്തുകൊണ്ട് ഇന്ന ഭാഗം നമുക്ക് അനുകൂലമാണ്, ഇന്ന ഭാഗം നമ്മൾ. പക്ഷെ ടോട്ടലി സിനിമ അങ്ങനെ ആർക്കും അനുകൂലമല്ല, ആർക്കും അങ്ങനെ പ്രതികൂലമല്ല. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. കുഴപ്പമില്ല, വലിയ തിരക്കിടില്ലാത്തൊരു പടം. അത്ര ഗെയിമൊന്നും അല്ല, എന്നാലും കറണ്ട് കേരള പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ചെറിയൊരു ഫിക്ഷണലൈസ്ഡ് വേർഷൻ അത്ര തന്നെ. അതിലൊരു പൊളിറ്റിക്കൽ ത്രില്ലർ. എത്രത്തോളം ഒരു സ്ട്രോങ് പ്രൊപ്പഗണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സിനിമയ്ക്ക്? ഒരു പടം കൊണ്ട് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ആൾക്കാരുടെ ബഹുമാനം കുറയത്തുമില്ല കൂടത്തുമില്ല, അത് അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇതെനിക്ക് തോന്നുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആയിട്ട് കാണേണ്ടതാണ്. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2-3 പടമൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഭേദമാണ്. ലൈക്ക് ആറാട്ട്, മോൺസ്റ്റർ. അതെങ്ങനെയാണ് ഫോഴ്സ്ഡ് ആയിട്ടാണ് സിനിമ വന്നിട്ടുള്ളത്? ഒരു സിനിമയിൽ വർക്കായിട്ടുണ്ടാവും ഉദ്ദേശിച്ച സംഭവം? ഏറെക്കുറെ പ്രഡിക്റ്റബിൾ ലൈനിൽ പോകുന്ന ഒരു ഫിലിമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഒരു റിയാലിറ്റി അറിഞ്ഞു കയറുന്ന ആൾക്കാർക്ക് അത് റിഫ്ലക്റ്റ് ആവും. അത് തന്നെ. രാമലീല അതുപോലെ പൊളിറ്റിക്കൽ ത്രില്ലർ. അയ്യോ അല്ല, രാമലീല അത് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിന് ആ ഒരു ഇത് കിട്ടില്ല. അത്ര ഒരു എന്താ പറയട്ടെ, നമ്മൾ സീറ്റിന്റെ എഡ്ജിലോട്ട് വരുന്ന ത്രില്ലർ എന്നൊക്കെ പറയത്തില്ല, അത്ര ഒന്നുമില്ല. കാരണം നമുക്ക് ആദ്യമേ തന്നെ ആരാണ് വില്ലൻ എല്ലാം അറിയാം. ഒബ്വിയസ്ലി വൺ ടൈം വാച്ച് മേ ബി. മാറ്റിമറിക്കുന്ന ഒരു സിനിമയാണോ? കേരളം കത്തിക്കൂ? അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. സിനിമ തുടക്കത്തിലേക്ക് ഒരു അരമണിക്കൂർ ഒരു 40 മിനിറ്റ് ഒക്കെ പോകുമ്പോഴത്തേക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടിവാതിൽ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് എങ്ങനെ സെൻസർ ബോർഡ് അനുമതി കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ എനിക്ക് വന്നെങ്കിലും പക്ഷെ പിന്നീട് ആ ഒരു നെറേറ്റീവ് കംപ്ലീറ്റ് മാറുന്ന ഒരു ഇതാണ്. ഒരു സിനിമാറ്റിക് ഒരു സംഭവമായിട്ട് റെഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു ഇമോഷണൽ ഡ്രാമ തന്നെയാണ്. പ്രത്യേകിച്ച് അതെ, ഒരു പൊളിറ്റിക്കൽ ഡ്രാമ പ്ലസ് ഇമോഷൻ പ്ലസ് റിവെഞ്ച്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന നമ്മളിന്ന് ഓർക്കുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും അവർ ശരിക്കും കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇതിനെ കാണിക്കുന്നത്. ദേശീയ അതായത് സിനിമ ആകുമ്പോഴത്തേക്കും നമുക്ക് കോൺഗ്രസ് എന്ന് പച്ചയ്ക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ പേര് മാറ്റി ഇതായിട്ട് കാണിക്കുന്നു. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വേണ്ടിയിട്ടുള്ള ഒരു ഫേവറിസം ഒന്നുമില്ല. ഫേവറേറ്റിസം വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അതും പച്ചയ്ക്ക് അവർ പറയുന്നില്ല. അപ്പം അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പേരെടുത്ത് തന്നെ പറയാം, ഉമ്മൻചാണ്ടി എന്ന വ്യക്തി മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെക്കാളും ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് ആൾക്കാർ ഭയപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ബേസ് ചെയ്തിട്ട് കുറച്ചൊക്കെ ഒരു കരിവാരി തേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പൂട്ടിപ്പോയ ബാറിനേക്കാൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നമുക്ക് ഇന്നൊരു
ഒരു പെഗ് കഴിക്കാം എന്ന് പറയുന്നതിന് അടക്കം അഴിമതിക്കാരനാണെന്ന് സ്വയം സമ്മതിക്കുകയും അഴിമതി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രതിരോധിച്ച് നിൽക്കാം. പക്ഷേ ഒരു പെണ്ണ് കേസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതിനുള്ളിലുണ്ട്. പക്ഷേ ഒരു പെണ്ണ് കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ തീർന്നു, നമുക്ക് അവിടെ തിരിച്ച് പ്രതിരോധിച്ച് നിൽക്കാൻ പോലും സാധിക്കില്ല എന്നൊക്കെ ഡയലോഗും കാര്യങ്ങളും ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്, ഇല്ലാതൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊരു അവസാനത്തിലേക്ക് സിനിമയുടെ ഒരു അവസാന ഘട്ടത്തിലെത്തിക്കുമ്പോൾ നെറേറ്റീവ് എല്ലാം മാറി വേറൊരു ട്രാക്കിലേക്ക് പോയി. നമുക്കാണെങ്കിൽ ഒരു പച്ചയായ ഒരു ഇത് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു ഇത് കിട്ടും. കുഴപ്പമില്ല, പക്ഷേ ഇതൊരു ഭയങ്കര ഒരു അതിഭീകര ഒരു സിനിമയായിട്ടല്ല, ഒരു വാച്ചബിൾ, വൺ ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഓക്കെ. ഭരണപക്ഷത്തിനെയോ ഒക്കെ താഴെ ഇറക്കുന്ന സിനിമയാണ്. എങ്ങനെയാണ്? ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനെയൊക്കെ താഴെ ഇറക്കേണ്ടത് ജനങ്ങളല്ലേ. സിനിമയ്ക്കൊന്നും അതിലൊന്നും റോളൊന്നുമില്ല. പക്ഷേ സിനിമയെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമയാണ്. അതിലൊരു സെപ്പറേറ്റ് ഒരു പൊളിറ്റിക്സ് ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിനെ എകഴ്ത്തിയിട്ടോ പുകഴ്ത്തിയിട്ടൊന്നും അവർ പറയുന്നില്ല. ആ കഥയ്ക്കനുസരിച്ചിട്ടുള്ള കേരളത്തിലെ റിയൽ ലൈഫ് ആൾക്കാർ ഇൻസ്പയർഡ് ആണ് സിനിമ, ക്യാരക്ടേഴ്സ്. ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും അതെനിക്ക് ഫീൽ ചെയ്ത്. കാരണം അങ്ങനെ ഒരു സിനിമയിലെങ്കിലും അങ്ങനെ ഒരു പുള്ളിക്കൊരു ഗ്ലോറിഫിക്കേഷൻ ഇല്ലെങ്കിൽ അത് ആ ഒരു സാധനം കൊടുത്തതിൽ വളരെ നന്ദിയുണ്ട്. നമ്മുടെ രാഷ്ട്രീയമൊക്കെ വേറെയാണ്, എന്നാലും അദ്ദേഹം അർഹിച്ച ഒരു കുറ്റവിമുക്തനാക്കിയിട്ട് അദ്ദേഹം അർഹിച്ചൊരു പരിഗണന കേരള സമൂഹം കൊടുത്തിട്ടില്ല എന്ന് തീർത്ത് പറയണം. അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കൊണ്ട് എങ്കിലും അത് കൊടുക്കാൻ പറ്റില്ല.